ഹലോ ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കാം. ചടയമംഗലം പോലീസ് സ്റ്റേഷൻ അല്ലേ? അതെ. എൻ്റെ പേര് സൂരജ് പാലക്കാരൻ എന്നാണ്. ട്രൂ ടി വി എന്നാണ് വിളിക്കുന്നത്. എവിടെന്ന്? ട്രൂ ടി വി പേര് സൂരജ് പാലക്കാരൻ. ഞാൻ ഇന്നലെ ഞാൻ 6 മണി തൊട്ട് നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിലേക്ക് 11:30 വരെ വിളിച്ചു. ഒരാളും ഫോൺ എടുത്തില്ല. എന്ത് പറ്റി? അതെനിക്കറിയത്തില്ല, ഞാനിപ്പോ വന്നിട്ടേ ഉള്ളൂ. ഹലോ, കാര്യം പറഞ്ഞോളൂ. ഇയാൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? എന്ത്? ചിലപ്പോ ഫോൺ കംപ്ലൈന്റ് ആയിരുന്നിരിക്കും. ഫോൺ കംപ്ലൈന്റ് അല്ല, ഫോൺ അവിടെ ബിസി ആയിരുന്നു. 6 മണി തൊട്ട് ഞാൻ വിളിക്കുന്നതാണ്. അവിടെ ഫോൺ കംപ്ലൈന്റ് അല്ലായിരുന്നു. ആരെങ്കിലും സംശയിച്ചോണ്ട് ഇപ്പൊ കാര്യം പറയും. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ അത് ചോദിക്കാൻ വേണ്ടി കൂടിയാണ് വിളിച്ചത്. വേറെ കാര്യങ്ങളൊന്നുമില്ല. വേറെ ഇയാൾക്ക് ബോധിപ്പിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഹലോ, നമസ്കാരം. സൂരജ് പാലക്കാരനാണ്. നിങ്ങളിപ്പോൾ കേട്ട ഈ ശബ്ദം എന്ന് പറയുന്നത് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോൾ കിട്ടിയ മറുപടിയാണ്. അതായത് ഞാൻ വിളിച്ചത് ഈ ഫോൺ എടുത്തവൻ്റെ അച്ചി വീട്ടിലേക്കല്ല, അവൻ്റെ പേഴ്സണൽ നമ്പറിലേക്കല്ല, വേറെ എവിടത്തേക്കുമല്ല, ചടയമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചതാണ്. ശുദ്ധ തെണ്ടിത്തരമല്ലേ കാണിക്കുന്നത് ഇവര്? പോക്രിത്തരമല്ലേ കാണിക്കുന്നത്? അപ്പം ഏറ്റവും നല്ല കേരളത്തിലെ ഏറ്റവും നല്ല പോലീസ് സംവിധാനം, കേരളത്തിലെ ഏറ്റവും നല്ല പോലീസുകാരോട് ഏറ്റവും ബഹുമാനപൂർവ്വം പറയട്ടെ, ഇങ്ങനത്തെ പുഴുക്കുത്തുകളെയൊന്നും നിങ്ങളുടെ സുഹൃത്താക്കരുത്. ഇവരെയൊന്നും വളർത്താൻ നിങ്ങൾ അനുവദിക്കരുത്. അങ്ങനെ ആരും ആയിക്കോട്ടെ. കാരണം ഒരുപാട് നല്ല പോലീസുകാർ, ഒരുപാട് നന്മ മനസ്സുള്ള പോലീസുകാരുള്ള നാടാണ് നമ്മുടെ ഈ കേരളം. പ്രളയം വന്നപ്പോഴും അതുപോലെ തന്നെ ഞാനൊരു 5-6 വർഷമായിട്ട് സത്കർമ്മ എന്ന് പറയുന്ന ആദിവാസി മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ട് പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന പോലീസുകാരാണ് കൂടെ നമുക്ക് വന്നിട്ടുള്ളതൊക്കെ. അതുപോലെ തന്നെ ഈ കോവിഡ് സമയത്ത് IGP വിജയൻ സാറിൻ്റെ കൂടെ ഇവിടെ തിരുവനന്തപുരത്തും കേരളത്തിൽ ഉടനീളം ആഹാരം കൊടുത്തപ്പോഴും പോലീസുകാർ, നന്മ നിറഞ്ഞ പോലീസുകാരെ കാണാൻ പറ്റി. പക്ഷേ ഈ ചടയമംഗലം SI പോലെയുള്ള ശുദ്ധ പോക്കറി, ശുദ്ധ തെണ്ടി എന്ന് വേണേൽ പറയാം, ഇവരെ പോലെയൊന്നും നിങ്ങൾ വളർത്താൻ സമ്മതിക്കല്ലേ പ്രിയപ്പെട്ട പോലീസുകാരെ. ഞാനിപ്പോൾ സംസാരിക്കുന്നത് കേരളത്തിലെ പോലീസുകാരോട് മാത്രമാണ്. അപ്പം നിങ്ങളുടെ കൂടെയുള്ളവനാണ് ഈ കിടന്ന് കാണിക്കുന്ന പരിപാടി. ഒരു വീട് എന്ന് പറയുന്നത് നന്നാവണമെങ്കിൽ, ഒരു വീട് ശരിയാവണമെങ്കിൽ, ആ കുടുംബം നന്നാകണമെങ്കിൽ കുടുംബനാഥൻ നന്നാവണം. ആ കുടുംബനാഥൻ നന്നാകില്ലേ പിന്നെ ആ കുടുംബത്തിലുള്ളവരെല്ലാം പോക്കായിരിക്കും. ആ കുടുംബനാഥൻ ഒരു പാവപ്പെട്ട വൃദ്ധനെ തല്ലി പഞ്ഞിക്കിട്ടിട്ട് ആ നാറിയെ വിട്ടിരിക്കുകയാണ് കുട്ടിക്കാലത്തേക്ക് നല്ല നടപ്പിന്. ഒരു സസ്പെൻഷൻ പോലുമില്ല, വിളിച്ചൊന്ന് ശാസിക്കുക പോലുമില്ല. പാവപ്പെട്ട ജനങ്ങൾ എന്നും ഇങ്ങനെ കഴുതകളായിട്ടിരിക്കുക. ഇവിടുത്തെ അസോസിയേഷൻ ഉണ്ട്, പോലീസുകാരുടെ അസോസിയേഷൻ ഉണ്ട്. നിങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ ഇത്രയും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമല്ലേ ഇവിടുത്തെ സംസ്കാരം? ഇവനെ പോലെയുള്ള ശുദ്ധ പോക്കറികളാണ് നിങ്ങളുടെ പോലീസുകാരുടെ കൂടെ പേര് കളയുന്നത്. എത്രയോ നല്ല പോലീസുകാരുണ്ട്, എത്രയോ നല്ല സ്റ്റേഷൻ ഇരിക്കുക, എത്രയോ നല്ല കുറേ എണ്ണങ്ങളുണ്ട് ഇങ്ങനെ കുറേ പുഴുക്കത്തുകൾ. ഒരു തൊപ്പി തലയിൽ കയറുമ്പോഴത്തേനും കേരളം പിടിച്ചടക്കാൻ പോവുക. മുഖ്യമന്ത്രിയെക്കാലം മേലെയാണ് ഇവരുടെയൊക്കെ നടപ്പ്. ഇവിടെ ഒരു നിയമം എന്തിനാണ് പിന്നെ? ആ പണിക്ക് പോയപ്പോൾ ആ പാവപ്പെട്ട വൃദ്ധന്റെ ചെകിടയ്ക്കല്ലേ അവന് അടി കൊടുത്ത് തെണ്ടി. എന്നിട്ട് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ 6 മണി തൊട്ട് ഞാൻ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി വൈകിട്ട് 6 മണി തൊട്ട് 11 മണി വരെ വിളിച്ചു. എന്തായാലും ഇവൻ്റെയൊക്കെ സംസാരം എങ്ങനെ തന്നെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചത്. പക്ഷെ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് പിന്നെ അഹങ്കാരവും അഹന്തയും മൂത്തിരിക്കുകയാണ്. പോലീസുകാർക്ക് നാണക്കേടുണ്ടാക്കാൻ വേണ്ടി ഓരോ നാറികൾ ഇറങ്ങിക്കോളൂ. SI ആണ് പോലും. പിന്നെ എന്ത് ക്വാളിറ്റിയാണ് ഇവൻ SI ആയിട്ടിരിക്കാനുള്ളത്? ഞാൻ രാവിലെ അവിടുത്തെ CA വിളിച്ചിട്ട് CA രാവിലെ തൊട്ട് വിളിക്കുന്നു. 5-6 തവണ CA വിളിച്ചു. അവരുടെ പേരൊന്നും എനിക്കറിയത്തില്ല. ഇവന്റെ പേരെന്നെ ഷിജിനോ, എന്നാ അവന്റെ പേരെന്ന ഷിജിനോ, അങ്ങനെ എന്തോ പേരാണ്. ഒരു മര്യാദ വേണ്ടേ കാണിക്കുന്നത്? ചടയമംഗലം SI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇന്ത്യ ഭരിക്കുന്ന ആളാണ്, കേരളം ഭരിക്കുന്ന ആളാണ്. നീ കുട്ടിക്കാലത്തോട്ട് ചെല്ലേ കേട്ടോ, നിനക്ക് അവിടെ ഉള്ളവർ ഉരുട്ടി തരും. ഒരു പാവം മനുഷ്യൻ, തന്തയുടെ പ്രായമില്ലേ നിന്റെ? ഒരു മര്യാദ വേണം കാണിക്കുന്നത്. അവനെ പിടിച്ച് നിങ്ങൾ കണ്ടതായിരിക്കും, നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ടുള്ള വീഡിയോ ആണ്. അടി കൊടുത്ത് ഹെൽമെറ്റ് വെക്കാത്തതിന് അടി കൊടുത്ത് അവൻ വണ്ടിയെ കയറ്റിയിരിക്കുന്നു. നാളെ ഈ പാവപ്പെട്ട വൃദ്ധന് ഇവിടെ എങ്ങനെയാണെന്ന് ഈ നാട്ടിലെ ആളുകൾ എങ്ങനെ ജീവിക്കും? ചടയമംഗലത്തൂടെ എങ്ങനെ പോകും? പോലീസുകാരെ എങ്ങനെ വിശ്വസിക്കും? ജനകീയ പോലീസ് സർക്കാരിനെ കുറ്റം പറയുന്നതല്ല. ഇതൊക്കെ നിങ്ങൾ എൻ്റെ പൊന്ന് സർക്കാരെ ഈ ഇങ്ങനത്തെ നാറികളെയൊക്കെ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത്. അവനൊക്കെ ഇറക്കിവിടെ. എന്തിനാണ് നിങ്ങൾ ആരെയും ഭയക്കുന്നത്? എത്രയോ നല്ല പോലീസ് സ്റ്റേഷനുകളും മാതൃകാപരമായിട്ടുള്ള എത്രയോ പോലീസ് സ്റ്റേഷൻ ഉണ്ട് നമ്മുടെ കേരളത്തിൽ. എത്രയോ നല്ല പോലീസ് സ്റ്റേഷൻ. ഇപ്പം നിനക്ക് നന്നാവാനുള്ള ശ്രമം എങ്ങനെ നടത്താം? അവനെ നന്നാക്കാൻ വിട്ടിരിക്കുമ്പോൾ നന്നാവുമോ? തന്തയുടെ പ്രായമുള്ള കൊച്ചു പയ്യനാണ്. വളരെ മോശം കാണിക്കുന്നത്, വളരെ മോശം. ഈ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങും ഉറപ്പായിട്ട്. ഈ ഇങ്ങനെയുള്ള നിങ്ങൾക്ക് വിലയില്ലാതാവും സമൂഹത്തിൽ. പോലീസുകാർ ഇപ്പോൾ റെസ്പെക്ട് ഇല്ലാത്ത, ബഹുമാനമില്ലാത്തൊരു കാലഘട്ടം വരും. എന്തിനാണ് പോലീസ് സംവിധാനം? പിന്നെ ജനങ്ങൾ ബഹുമാനിക്കണം, ജനങ്ങളോട് സ്നേഹം വേണം, ഇഷ്ടം വേണം.
വീട്ടിലുള്ള ആളുകളോട് പെരുമാറുന്ന പോലെ പെരുമാറും. അവർ നിങ്ങൾ തിരിച്ച് ബഹുമാനിക്കും. ഈ ബഹുമാനം എന്ന് പറയുന്ന സാധനം പിടിച്ചു വാങ്ങേണ്ട സാധനമല്ല, ചോദിച്ചു വാങ്ങേണ്ട സാധനമല്ല. പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നതിൽ എടാ എന്ന് വിളിക്കുന്നു, പോടാ എന്ന് പറയുന്നു. ഇവരൊക്കെ തന്തയാണ് ഈ പേരിട്ടിരിക്കുന്നത്, എടാ പോടാ എന്ന് വിളിക്കാനായിട്ട്. ഞാൻ വിളിച്ചിട്ട് രണ്ടാമത് ഞാനത് ഫോൺ റെക്കോർഡായില്ല. ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ ഇന്നലെ തൊട്ട് വിളിക്കുന്നതാണ്, എന്താണ് കാര്യം? അവന് മറുപടിയില്ല. ഇന്നലെ ആരായിരുന്നു ഡ്യൂട്ടിയിലുണ്ടായിരുന്നു, അതവൻ പറയല. പ്രിയപ്പെട്ട പോലീസുകാരാ, അങ്ങയുടെ പേരെന്താണ്? അവന്റെ തന്ത അവന് പേരിട്ടിട്ടില്ല എന്ന് തോന്നുന്നു. എന്നിട്ട് ഞാൻ പേര് പറഞ്ഞു, പിന്നീട് പറയുകയാണ്, ശരി എനിക്ക് നാളെ മനസ്സിലായി കേട്ടോ, അങ്ങനെയാണ്. ഞാനൊരു പാവപ്പെട്ട, അതുവരെ അവൻ പാവപ്പെട്ട പത്രക്കാർ വിളിക്കുമ്പോൾ അവൻ പാവപ്പെട്ടവനാണ്, പത്രക്കാരാണെന്ന് അറിയുമ്പോൾ. അല്ലാത്തപ്പോൾ അവന്റെ സാധാരണ മനുഷ്യരോടെ കാണിക്കുന്ന അവന്റെ സംസാരം എങ്ങനെയാണ്? ഇതൊക്കെ ആരോടാ പറയുന്നത്? എനിക്ക് ഇന്നലെ വീഡിയോ കണ്ടിട്ട് സങ്കടം സഹിക്കാൻ വയ്യാതെയാണ് ഞാൻ രാവിലെ വന്ന് ഈ ക്യാമറയ്ക്ക് മുന്നിൽ ഇരിക്കുന്നത്. അത്രയും പ്രായമുള്ള മനുഷ്യന്റെ ചെകിട്ടത്തടിച്ച തന്തയില്ലായ്മയിലോ കാണിക്കുന്നത്. ഒരാളും പ്രതികരിക്കാൻ ഇവിടെ നാട്ടിൽ എന്ത് സംഭവിച്ചാലും ഇവിടെ ഒന്നെങ്കിൽ രാഷ്ട്രീയം, ഇല്ലെങ്കിൽ മതം, എല്ലാത്തിനകത്ത് രാഷ്ട്രീയവും മതം കുത്തിക്കയറ്റിക്കൊണ്ട് വരുവാണ്. സാധാരണ മനുഷ്യന് വികാരമില്ല, വിചാരമില്ല, അവനിവിടെ ആരുമില്ല. ഒരു മതത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടില്ലാത്തവർക്ക് ഇവിടെ നാട്ടിൽ ജീവിക്കാൻ പറ്റത്തില്ല. എല്ലാത്തിനും രാഷ്ട്രീയം, എല്ലാത്തിനും മതം. മതം രാഷ്ട്രീയം, മതം രാഷ്ട്രീയം, മതം രാഷ്ട്രീയം. എന്തോന്ന് മതം, എന്തോന്ന് രാഷ്ട്രീയം? തെറ്റ് കാണുമ്പോൾ ആർജവത്തോടെ ചൂണ്ടിക്കാണിക്കണം. അത് നമ്മുടെ സ്വന്തം വീട്ടിലായാലും അത് നമ്മൾ ചൂണ്ടിക്കാണിക്കണം. അതുപോലെ നിങ്ങൾ സ്വന്തം രാഷ്ട്രീയത്തിലാണ് ചൂണ്ടിക്കാണിക്കണം, സ്വന്തം മതത്തിലാണ് ചൂണ്ടിക്കാണിക്കണം. ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത ആർജവമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇവിടെ ജീവിച്ചിട്ട് കാര്യം? ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട സഹോദരരായ പോലീസുകാരെ, കേരളത്തിലെ പോലീസുകാരോടാണ് പറയുന്നത്, ഇങ്ങനത്തെ പുഴുക്കുത്തുകൾ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ അവരെ ചൂണ്ടിക്കാണിക്കുക, അവരുടെ പേരെടുത്ത് പറയുക. നിങ്ങളുടെ പണി പോയാലും കുഴപ്പമില്ല. ജാതി മതം, ജാതി മതം, ജാതി മതം, ഇത് മാത്രമേ ഉള്ളൂ. എവിടെയും രാഷ്ട്രീയം. ഒരു വീഡിയോ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ കൊണ്ട് രാഷ്ട്രീയം. ഇവൻ മറ്റേ ചാനൽ ഇതല്ലേ, സംഘിയല്ലേ, അല്ലെങ്കിൽ മറ്റേ പറയുന്നവരെ സംഘി, കൊങ്ങി, മറ്റേ BJP, ഇതൊക്കെയാണ് നമുക്ക് ചാർത്തി തരുന്ന പട്ടം. ആളുകൾ തെറ്റിനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മൾ രാഷ്ട്രീയക്കാരനായി. അവിടുന്ന് പൈസ മേടിച്ച് ചെയ്യുന്നു, ഇവിടുന്ന് കാശ് മേടിച്ച് ചെയ്യുന്നു. വിഷമം കൊണ്ടാണ് ഈ രാവിലെ വന്ന് ഈ ക്യാമറയ്ക്ക് മുമ്പിൽ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത്. SI ആണ് ഒരു SI. എന്തിനാ നീക്ക് ഇങ്ങനെ ജീവിക്കുന്നത് പ്രിയപ്പെട്ട SI? എന്തായാലും നമ്മൾ മരിച്ചു പോകുന്നതിന് മുമ്പ് ഒരു ഒപ്പിട്ടിട്ട് പോകും, ഞാനിവിടെ ജീവിച്ചിരുന്നു എന്നൊരു ഒപ്പ്. ട്രൂ TVയുടെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ഐക്കൺ അമർത്തൂ.